എല്ലാ വർഷവും ഒട്ടുമിക്ക വർഷങ്ങളിലും പോകാറുണ്ട്. ഇപ്രാവശ്യമാണ് ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു അനാഥത്വം ഫീൽ ചെയ്തിട്ട്. ഹായ് ഗൈസ്, നമ്മൾ പഴനി പോയി തല മൊട്ടയടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഷോർട്സ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഗ്യാലറിയിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വീഡിയോസ് ഒന്നും കിട്ടിയില്ല. ആകെ തല മൊട്ടയടിക്കുന്ന ഒരു വീഡിയോ മാത്രമേ കിട്ടിയുള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് പോകുന്നതോ വരുന്നതോ അവിടുത്തെ വ്യൂസോ ഒന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മോനാണ് ഈ വീഡിയോ എടുത്തത്, ഞങ്ങളുടെ മുടി മൊട്ടയടിക്കണതിൻ്റെ. അപ്പോൾ ഇതെന്താ വഴിപാടാണെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു പേഴ്സണലി. അപ്പോൾ ഇത് വഴിപാടാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നു, സ്ട്രോക്ക് വന്ന സമയത്ത് നമ്മൾ വഴിപാടായിട്ടാണ് മുടി വെട്ടിയത്, മുടി മൊട്ടയടിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ വെളുപ്പിനെ ഇറങ്ങി, ഇവിടുന്ന് എറണാകുളത്ത് നിന്നാണ് പോയിട്ട് ഒരു 7 മണിയൊക്കെ ഇപ്പോൾ അവിടെ എത്തി. അവിടെ നമ്മൾ ദേവസ്വത്തിൻ്റെ തന്നെ ഒരു റൂമാണ് എടുത്തത്. അവിടെ ചെന്നിട്ടാണ് കിട്ടിയത്. കിട്ടാൻ ഇച്ചിരി താമസം ഉണ്ടായി. പക്ഷേ മുടി വെട്ടാനായിട്ട് അവർ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ കുളിച്ചിട്ടൊക്കെയാണ് പോയത് ഇവിടുന്ന്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ നമ്മുടെ ഫോട്ടോ എടുത്ത് ഒരു സ്കാൻ ചെയ്തൊരു ഫോട്ടോ എടുത്ത് തരും, നമ്മുടെ മുടി വെട്ടുന്നതിന് മുമ്പുള്ളത്. അതിന് ശേഷം ഇവർ വെട്ടുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആണ്, മുടി വെട്ടൽ അവിടെ ഫ്രീ ആണ്. പിന്നെ ഈ വെട്ടുന്നവർക്ക് ദക്ഷിണയായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 100 രൂപയോ കൊടുത്തുള്ളൂ. ഞങ്ങൾ 2 രൂപ 100 രൂപ വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ കരുതി മുടി അങ്ങ് മുറിച്ച് മാറ്റിയിട്ട് അത് വടിച്ചെടുക്കും എന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. ഇതുപോലെ അവർ മുടി നന്നായിട്ട് നനച്ചിട്ട് 2 സൈഡും ഇങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് അവർ ബ്ലേഡ് കൊണ്ട് ഡയറക്റ്റ് നേരെ അങ്ങ് വടിക്കുകയാണ് കേട്ടോ. വടിച്ചെടുത്തിട്ട് ഈ മുടി മൊത്തം അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു ചേച്ചി വന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നെ എടുത്തുകൊണ്ട് പോകുന്ന ചേച്ചിയും പൈസയൊക്കെ ചോദിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അതൊന്നും കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ വേണമെങ്കിൽ കൊടുത്തോ കേട്ടോ. എടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് തോന്നുന്നത് ഒട്ടും കളയാണ്ട് ഇങ്ങനെ എടുക്കുന്നത് ഇവർ റീയൂസ് ചെയ്യുമായിരിക്കും തോന്നുന്നു. അപ്പോൾ നമ്മുടെ വഴിപാടായിരുന്നു. ഞങ്ങൾ വലിയ ട്രിപ്പായിട്ടൊന്നും അല്ല പോയത്. ഞങ്ങൾ പിള്ളേരുണ്ടായിരുന്നു, അനിയത്തിയുടെ കൊച്ച്, എൻ്റെ 2 പിള്ളേർ, പിന്നെ ഞാനും അനിയത്തിയും എൻ്റെ ഹസ്ബൻഡും ഡ്രൈവറും കൂടിയാണ് ഞങ്ങൾ പോയത്. നമ്മുടെ വണ്ടിക്കാണ് പോയത്, കാറിന്. 6.5 മണിക്കൂർ 7 മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ എനിക്ക് വന്ന കാര്യം ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി മുടി വടിച്ചിട്ട് അടുത്ത റൂമിൽ കയറി നമ്മൾ ഫ്രഷായി നേരെ പഴനിയിൽ കയറി. ഭയങ്കര പോസ്റ്റായിരുന്നു, കട്ട പോസ്റ്റായിരുന്നു. വെക്കേഷൻ ടൈമിൽ പോയത് കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. റൂം കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യം എന്ന് വേണം പറയാൻ. വലിയ വൃത്തിയുള്ള റൂമല്ല ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ തൊഴുതു, അകത്ത് കയറി തൊഴുതു. ഈ ദേവസ്വത്തിൽ കയറി മൊട്ടയടിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഈ 100 രൂപയുടെ പാസ് ഉണ്ട് അവിടെ അകത്ത് കയറാനുള്ള. അത് ഒരു തല മൊട്ടയടിക്കുന്ന ആൾക്ക് 3 പാസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേര് തല മൊട്ടയടിച്ച് കാരണം 6 പാസ് ഞങ്ങൾക്ക് അകത്ത് കയറായിരുന്നു. അപ്പോൾ ഞങ്ങൾ 6 പേര് അകത്ത് കയറി. അങ്ങനെ പിള്ളേരെയും കൂട്ടി ഞങ്ങൾ 6 പേരായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പാസിനാണ് അകത്ത് കയറിയത്. ഭയങ്കര ക്യൂ ആണ്, ഒരുപാട് ഡിലേ ആയി. ശരിക്കും നട്ടുച്ചയ്ക്കാണ്. അപ്പോൾ ഒരു വെയിലത്താണ് ഇറങ്ങി വന്നത്. പിന്നെ ഇതിപ്പോൾ അവിടെ ഇരിക്കുന്നത് 2 കണ്ടില്ലേ, എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ ഇളയ മോനാണ്, അപ്പുറത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത് അനിയത്തിയുടെ ഇളയ മോനാണ്. ഞങ്ങൾ 2 പേരും മുടി വെട്ടണ കാരണം പിള്ളേരെ ആ മുടിയിൽ നിന്നൊക്കെ എടുത്ത് മാറ്റാനൊന്നും ആരും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അവരവിടെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായിട്ട് തിരിച്ച് വന്ന് ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷായി വീണ്ടും ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകുമായിരുന്നു. രാവിലത്തെ ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോയായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഉണ്ടാക്കിക്കൊണ്ട് പോയി. ചപ്പാത്തി ആയതുകൊണ്ട് വൈകുന്നേരത്തേക്ക് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ചപ്പാത്തി കുറച്ച് ബാക്കി വന്നു. അപ്പോൾ അത് വൈകുന്നേരം അത് തന്നെയാണ് കഴിച്ചത്. വൈകുന്നേരം രാത്രിയായപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. മുടി അവർ വടിക്കുന്നുണ്ടല്ലോ അല്ലേ, ബ്ലേഡ് കൊണ്ട് ഡയറക്റ്റ് വടിച്ചെടുക്കുവാണ്. ബ്ലേഡ് ഡയറക്റ്റ് വെച്ച കാരണം ഞാനൊന്ന് ചെറുതായിട്ട് പിടിച്ചു. പിന്നെ ചില കനം തൂങ്ങണ ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ വേദന ഉണ്ടായി. ബ്ലേഡ് മീൻസ് ഈ കത്തിയായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ചെറിയ ഒരു തൂങ്ങിക്കിടക്കണ ആ ഭാഗത്തൊരു പെയിൻ പോലെ വന്നു. പിന്നെ അവർ നല്ല അടിപൊളിയായിട്ട് വടിച്ച് വെറുതെ വടിച്ച് തരുള്ളൂ. പോണ വഴിക്കാണ് ഞങ്ങൾ കളഭം ചാർത്തിയത്. എനിക്കറിയില്ല മൊട്ടയടിക്കുന്നതിൻ്റെ ഫോർമാലിറ്റി. ഞാനിതുവരെ മൊട്ടയടിച്ചിട്ടില്ല, കുട്ടികളും മൊട്ടയടിക്കാത്തതാണ് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മൊട്ടയടിച്ച് കളഭം ചാർത്തി. കാവടി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എത്ര ദിവസം വ്രതം എടുത്തിട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും അറിയാം. അങ്ങനെയൊന്നും അറിയില്ല കാരണം നമ്മളതൊന്നും ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ. കാവടി എടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ നേരെ കുളിച്ച് ഫ്രഷായി പോവുക ചെയ്തത്. പിന്നെന്താ, ഇത് വഴിപാടായിരുന്നു. ഇത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ നേർന്നൊരു വഴിപാടായിരുന്നു. അപ്പോൾ അമ്മയുടെ സർജറി കഴിഞ്ഞ ഒരു ഗ്യാപ്പിൽ നമ്മൾ പോയി മുടിയെടുത്തിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും ഒട്ടുമിക്ക വർഷങ്ങളിലും പോകാറുണ്ട് പഴനിക്ക് ഫാമിലിയോടുകൂടി. അച്ഛനമ്മ ഒക്കെ ആയിട്ടാണ് എല്ലാ പ്രാവശ്യം പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യമാണ് ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു അനാഥത്വം ഫീൽ ചെയ്തിട്ട് പോയൊരു പോക്കായിപ്പോയി. പെട്ടെന്ന് വന്നു. പിന്നെ നല്ലൊരു ഇതായിരുന്നു. മുടി വെട്ടിയപ്പോൾ നല്ല ഫീലിംഗ് ഗുഡ്, നല്ല സുഖമുണ്ടായിരുന്നു തലമുട്ട അടിച്ചിട്ട്. പിന്നെന്താ പറയുക, ഇതൊരു വഴിപാടായിരുന്നു.